ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് അറിയാമോ? റോങ് ഫിനാൻഷ്യൽ പ്ലാനിങ്. ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ശരിയായി പ്ലാൻ ചെയ്യാത്തത് കൊണ്ടാണ് മിക്ക ബിസിനസ്സുകളും 1-2 വർഷത്തിനുള്ളിൽ തന്നെ പരാജയപ്പെടുന്നു. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവോയ്ഡ് ചെയ്യേണ്ട മിസ്റ്റേക്സ്, അതുപോലെ വർക്കിംഗ് ക്യാപിറ്റൽ, വേണ്ട ഫണ്ട്സ് എന്നിവയെല്ലാം 3 മിനിറ്റിനുള്ളിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. നമ്പർ 1, ക്യാപിറ്റൽ റിലയബിലിറ്റി. ഒരു ബിസിനസ് ഐഡിയ സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായി ഉറപ്പുവരുത്തേണ്ടത് ക്യാപിറ്റൽ ആണ്. അത് ഷെയർ ക്യാപിറ്റൽ ആവാം, ഓണേഴ്സിൽ നിന്നുള്ള ലോൺ ആവാം, അതുപോലെ ബാങ്ക് ലോൺ ആവാം. അടുത്തായി ഫണ്ട് അലോക്കേഷൻ ആണ്. നമ്മൾ 3 ഇവിടെ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നത്. 1 ഫിക്സഡ് ക്യാപിറ്റൽ, 2 വർക്കിംഗ് ക്യാപിറ്റൽ, 3 ലോസ് കവറിംഗ് റിസർവ്. 1 ഫിക്സഡ് ക്യാപിറ്റൽ. ബിൽഡിംഗ്, മെഷീനറി, ഫർണിച്ചർ എന്നിവയ്ക്ക് വേണ്ടി വരുന്ന തുകയാണ് ഫിക്സഡ് ക്യാപിറ്റൽ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണെങ്കിലും മിക്ക ബിസിനസ്സുകാരുടെ ഫണ്ട് വേസ്റ്റ് ആകുന്നതും ഇവിടെയാണ്. തുടക്കത്തിൽ അനാവശ്യമായി ഉള്ള ലക്ഷറി നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. ഇന്റീരിയറും മറ്റുമായി അമിതമായി പണം ചെലവാക്കാൻ പാടില്ല. ഇൻഡസ്ട്രി യുടെ ആവശ്യമനുസരിച്ച് 30% മുതൽ 50% വരെയുള്ള ക്യാപിറ്റലിന്റെ പെർസെൻറ്റേജ് വേണം നമ്മൾ ഈ ഫിക്സഡ് ക്യാപിറ്റലിനായിട്ട് ചെലവാക്കേണ്ടത്. സാലറി, റെന്റ്, റോ മെറ്റീരിയൽ, മാർക്കറ്റിംഗ് തുടങ്ങിയ ഡെയിലി ബിസിനസ് സ്മൂത്തായി നടക്കാൻ ആവശ്യമായ ഫണ്ടാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു ബിസിനസിന്റെ ജീവനാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് നമുക്ക് പറയാം. അമിതമായി ഫിക്സഡ് ക്യാപിറ്റലിന് നമ്മൾ ഫണ്ട് മുടക്കിയാൽ ഇവിടെ ക്യാഷ് ക്രഞ്ച് അനുഭവപ്പെടും. ഒരു ബിസിനസിന്റെ ഗതി നിർണ്ണയിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ശരിയായ മാനേജ്മെന്റ് ആണ്. തുടക്കത്തിൽ കുറഞ്ഞത് 3 മാസം മുതൽ 6 മാസം വരെ വേണ്ട വർക്കിംഗ് ക്യാപിറ്റൽ കരുതൽ കൈവശം വേണ്ടതാണ്. കൂടാതെ നിങ്ങളുടേത് ഒരു ട്രേഡിങ്ങോ മാനുഫാക്ചറിങ്ങോ പോലുള്ള ബിസിനസ് ആണെങ്കിൽ സ്റ്റോക്ക് ബഫർ വേണ്ടതായിട്ട് വരും. അപ്പൊ അതിനുള്ള ഫണ്ടും നീക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടെങ്കിൽ ഡെറ്റർ ബഫർ വേണം. ഉദാഹരണത്തിന് കസ്റ്റമേഴ്സിന് ഒരു 30 മുതൽ 60 ദിവസം വരെ ക്രെഡിറ്റ് കൊടുക്കുകയും 10 ലക്ഷം രൂപ ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടാവുകയും ചെയ്താൽ മിനിമം 15 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെ ഡെറ്റേഴ്സ് റിസർവ് ആയിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതായി ലോസ് കവറിംഗ് റിസർവ് ആണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ ബിസിനസ് ഒരു ബ്രേക്ക് ഈവനിലെത്താൻ 12 മാസം എടുക്കുകയും അതുപോലെ തന്നെ ഈ 12 മാസം ഒരു 2 lakhs വീതം മന്ത്ലി ലോസ് ഉണ്ടാവുകയും ചെയ്താൽ, അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 24 lakhs ലോസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു എമൗണ്ട് നമ്മൾ തീർച്ചയായും ഒരു റിസർവ് ആയിട്ട് കരുതേണ്ടതായിട്ടുണ്ട്. അതില്ല എന്നുണ്ടെങ്കിൽ ഈ എമൗണ്ട് നമ്മളുടെ ക്യാപിറ്റലിൽ കുറവുണ്ടാവുകയും നമ്മുടെ സ്മൂത്ത് റണ്ണിങ്ങിനെ അത് ബാധിക്കുകയും ചെയ്യും. അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് മാർക്കറ്റ് റിസർച്ചും കോമ്പറ്റീറ്റർ അനാലിസിസുമാണ്. നമ്മുടെ ബിസിനസ് ഐഡിയ നന്നായാൽ മാത്രം പോരാ. കസ്റ്റമർ ബിഹേവിയർ, അതുപോലെ പർച്ചേസിങ് കപ്പാസിറ്റി, ലോക്കൽ പോപ്പുലേഷൻ ഇവയെല്ലാം നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. കോമ്പറ്റീറ്റർ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു, അവരുടെ പ്രൈസിങ് സ്ട്രാറ്റജി എന്താണ്, അവർ എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യുന്നത്, ഇവയൊക്കെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് പ്രൈസ് സെറ്റ് ചെയ്യുവാനും അതുപോലെ തന്നെ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യുവാനും നമുക്ക് കഴിയുകയുള്ളൂ. ബ്രേക്ക് ഈവൻ ഡിലേ ആകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഇമ്പോർട്ടൻറ്റ് തിങ് അപ്പോൾ നിങ്ങൾ എന്ത് സ്റ്റെപ്പ് എടുക്കുന്നു എന്നുള്ളതാണ്. പ്രൈസിങ് റീവർക്ക് ചെയ്യുക, അൺവാണ്ടഡ് എക്സ്പെൻസ് കട്ട് ചെയ്യുക, മാർക്കറ്റിംഗ് സ്ട്രെങ്തൻ ചെയ്യുക, കസ്റ്റമർ റിട്ടൻഷൻ ഇംപ്രൂവ് ചെയ്യുക, നോൺ കോർ ആക്ടിവിറ്റീസ് ഔട്ട്സോഴ്സ് ചെയ്യുക എന്നിവയിലൂടെ നമുക്ക് ബിസിനസ് മെച്ചപ്പെടുത്താവുന്നതാണ്. എന്നാൽ കണ്ടിന്യൂസ് റിവ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ പ്രാവർത്തികമാക്കാൻ കഴിയുകയുള്ളൂ. ഇനി ഇതിലൂടെ ഒന്നും ബിസിനസ് രക്ഷപ്പെടുന്നില്ല, ലോസ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പാനിക്കാകേണ്ട കാര്യമില്ല. പ്രൊഫഷണൽ എക്സിറ്റ് എന്നത് എന്റർപ്രണർഷിപ്പിന്റെ ഒരു ഭാഗം തന്നെയാണ്. അൺയൂസ്ഡ് അസറ്റ്സ് സെല്ല് ചെയ്യുക, അതുപോലെ തന്നെ വെൻഡേഴ്സിന്റെ ലയബിലിറ്റീസ് ക്ലോസ് ചെയ്യുക, ലൈസൻസ് ലീഗലി ക്ലോസ് ചെയ്യുക, അതുപോലെ ഗുഡ് വില്ല് സേവ് ചെയ്യുക. ഇതുപോലെ കൂടുതൽ നഷ്ടം വരുന്നത് ഒഴിവാക്കി കമ്പനി ക്ലോസ് ചെയ്യാൻ പറ്റും. ഗുഡ് വില്ല് സേവ് ചെയ്യുന്നത് നമുക്ക് ഫ്യൂച്ചറിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം ഉപയോഗം വരുന്നതാണ്.
ബിസിനസ് തുടങ്ങുന്നത് ഈസിയാണ്, പക്ഷേ ശരിയായി പ്ലാൻ ചെയ്താൽ മാത്രമേ ഭാവി സേഫ് ആവുകയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബിസിനസ്സും ബിസിനസ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് ഉല്ലാസ് അക്കോഡ്. See you again.